വെൽക്കം ടു വൺസ്. നമ്മൾ ഈ സെഷനിൽ KTU 2019 സ്കീമിൽ നടന്നിട്ടുള്ള S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ സൊല്യൂഷൻ പ്രോഗ്രാമും മൊഡ്യൂൾ വൈസാണ് ചെയ്യുന്നത് അല്ലേ. 4 മൊഡ്യൂളിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് 5ാമത്തെ മൊഡ്യൂളാണ്. നമുക്കറിയാം ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻസ് 2 ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. സോ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ 5ൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് എയിലേക്ക് കടക്കാം. ആൻഡ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എത്രയാണ്? CET 204 ആണല്ലേ കോഡ്. CET 204 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. പാർട്ട് എയിലെ 3 മാർക്കിൻ്റെ 1ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ CU ആൻഡ് CD ടെസ്റ്റ് എന്നാണ്. CU ആൻഡ് CD ടെസ്റ്റ് എന്താണെന്നാണ്. ഓക്കെ അല്ലേ. ഇതിനൊരു എക്സാമ്പിൾ അടക്കം ഡെഫിനേഷൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് മാർക്ക് കിട്ടും. ഒന്ന് CUവിൻ്റെ ഡെഫിനേഷൻ എഴുതണം, CDയുടെ ഡെഫിനേഷൻ എഴുതണം, എന്താണ് CU ടെസ്റ്റ് CD ടെസ്റ്റ് എഴുതണം. ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് വെച്ച് കിട്ടും. CUവിൻ്റെ എക്സ്പ്ലനേഷൻ, എന്താണ് CU ടെസ്റ്റ്, ഏതാണ് പ്രാക്ടിക്കലി ഫീൽഡിൽ നമുക്ക് കാണുന്ന CU ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സോയിൽ. ഓക്കെ അല്ലേ. യെസ്, എന്താണ്? യെസ്, ട്രൈആക്സിൽ ടെസ്റ്റിൻ്റെ വേറെ വെറൈറ്റീസ് ആണ്. അപ്പോൺ ദ ഡ്രെയിനേജ് കണ്ടീഷൻ അല്ലേ. ട്രൈആക്സിൽ CU ടെസ്റ്റ്. CU മീൻസ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്. കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്. നമുക്കറിയാം ട്രൈആക്സിൽ ടെസ്റ്റ് 2 സ്റ്റേജസിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. ആദ്യത്തെ സ്റ്റേജിനെ കൺസോളിഡേഷൻ സ്റ്റേജ് എന്നും 2ാമത്തെ സ്റ്റേജിനെ ഷിയർ സ്റ്റേജ് എന്നും പറയും. ആദ്യത്തെ സ്റ്റേജിനെ കൺസോളിഡേഷൻ സ്റ്റേജ് എന്നാണ് പറയുക. വേർ വി ആർ പ്രൊവൈഡിങ് സെൽ പ്രഷേഴ്സ് ആണ് അല്ലേ. ബൈ മീൻസ് ഓഫ് വാട്ടർ വി ആർ പ്രൊവൈഡിങ് സെൽ പ്രഷർ. σ3 സെൽ പ്രഷർ നമ്മൾ സോയിൽ സാമ്പിളിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് ആണ് കൺസോളിഡേഷൻ സ്റ്റേജ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്. 2ാമത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് സ്റ്റേജ് ഈസ് ടേംഡ് ആസ്. 2ാമത്തെ സ്റ്റേജിനെ നമ്മൾ ഷിയർ സ്റ്റേജ് എന്ന് പറയും. വേർ വി ആർ പ്രൊവൈഡിങ് എൻ ആക്സിയൽ കംപ്രഷൻ ഓർ ഡീവിയേറ്റർ സ്ട്രെസ് അറ്റ് വിച്ച് ദ സ്പെസിമെൻ വിൽ ബി ഫെയിലിംഗ് അറ്റ് എന്താണ് ഷിയർ ആണ് അല്ലേ. അതുകൊണ്ടാണ് അതിനെ ഷിയർ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ 2 സ്റ്റേജാണ്, കൺസോളിഡേഷൻ സ്റ്റേജ് ആൻഡ് ഷിയർ സ്റ്റേജ്. ഇഫ് യു ആർ അലൗവിംഗ് വാട്ടർ ടു ഡ്രെയിൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് ടേംഡ് ആസ് കൺസോളിഡേറ്റഡ്. If you are not allowing the drainage in the second stage, that is termed as undrained test. Okay, so it is used to find out the shear strength of the soil. It is used to find out the shear strength of the soil, triaxial test, where the specimen is allowed to drain in the first stage. അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് നോട്ട് allowed to drain in the second stage. അങ്ങനെയാണെങ്കിൽ that is in the shear stage നമ്മൾ ഡ്രെയിനേജ് അലൗ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന്. എക്സാമ്പിൾ എന്താണോ? എക്സാമ്പിൾ CU ടെസ്റ്റിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് സ്ട്രക്ചറിന് ചുറ്റുമുള്ള സോയിലുകൾ, അതായത് കനാലിന് ചുറ്റുമുള്ള, ഡാമിന് ചുറ്റുമുള്ള അത്തരത്തിൽ ഹൈഡ്രോളിക് സ്ട്രക്ചറിന് ചുറ്റുമുള്ള സോയിൽ ആർ കൺസിഡേർഡ് ടു ബി യെസ് CU ടെസ്റ്റ് ആണ് അല്ലേ. 2ാമത്തെ എന്താണ്? ട്രൈആക്സിയൽ CD ടെസ്റ്റ് ആണ്. CD എന്ന് പറഞ്ഞാൽ എന്താണോ? കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്. കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്. അതായത് ഇൻ ബോത്ത് ദ സ്റ്റേജസ് 1 and 2 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ അലൗവിങ് ദ ഡ്രെയിനേജ് ഓഫ് ദ വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ ഈസ് അലൗഡ് ടു ഡ്രെയിൻ. ഇൻ ദിസ് ടെസ്റ്റ് specimen is allowed to drain in both first and second stage, that is in the consolidation stage and as well as in shear stage. We are allowing the drainage of the water, that is termed as CD test. എക്സാമ്പിൾ എന്താണ്? സാൻഡി സോയിൽ അല്ലേ. സാൻഡി സോയിൽ നല്ലപോലെ എന്താണ് പെർമിബിൾ ആണ്. അത് എപ്പോൾ എന്തായാലും എന്താണ് ഡ്രെയിനേജ് അലൗ ചെയ്യും. ക്ലിയർ അല്ലേ. ഇതാണ് പാർട്ട് എയിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ എഴുതണം. ചോദ്യം മാർക്ക് എങ്ങനെയാണ് വരുന്നത്? CD എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എഴുതിയാൽ 1 മാർക്കാണ്. നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയാൽ മറ്റൊരു മാർക്കാണ്. അതിൻ്റെ എക്സാമ്പിൾ കൂടി എഴുതിയാൽ നിങ്ങൾക്ക് അടുത്ത മാർക്ക് കിട്ടും. ഇത് നിങ്ങൾ CUവിലും എഴുതണം, CD-യിലും എഴുതണം. ദെൻ യു വിൽ ഗെറ്റ് എ 3 മാർക്ക്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫെയിലിയർ ആൻഡ് സ്ലിപ്പ് ഫെയിലിയർ. ടോ ഫെയിലിയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സ്ലിപ്പ് ഫെയിലിയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് നീറ്റ് സ്കെച്ചസ് ആണ്. ഓക്കെ അല്ലേ. സ്കെച്ച് വരയ്ക്കണം. സ്കെച്ച് എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് കാണിച്ചാൽ മതി. നോക്കിയേ, എന്താണ് സ്ലിപ്പ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സ്ലിപ്പ് സർഫസ് ക്യാൻ ബി പലതും ആവാം. സ്ലിപ്പ് ആവുകയാണ് അല്ലേ. റൊട്ടേഷണൽ ഫെയിലിയർ ആണ്. ദ ഫെയിലിയർ സർഫസ് ഹിയർ കൺസിഡർഡ് ടു ബി സർക്കുലാർ ആണ്. ഇവിടെ സ്ലിപ്പ് സർഫ് അല്ലെ. ഇറ്റ് ഈസ് ഒക്കേഴ്സ് ഇൻ ഫൈനൈറ്റ് സ്ലോപ്പ് ആണ്. നോക്കിയേ, വെൻ ദ റൊട്ടേഷൻ ബൈ എ സ്ലിപ്പ് സർഫസ് കോസസ് ദ ഫെയിലിയർ ഓഫ് ദ സ്ലോപ്പ് ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്ലിപ്പ് ഫെയിലിയർ, വിച്ച് ക്യാൻ ബി ഓഫ് ഫേസ് ഫെയിലിയർ ആവാം, ടോ ഫെയിലിയർ ആവാം, ബേസ് ഫെയിലിയർ ആവാം. ഓക്കെ അല്ലേ. ആൻഡ് ടോ ഫെയിലിയർ എന്താണ്? ടോ ഫെയിലിയർ ഇഫ് ദ ഫെയിലിയർ സർഫസ് പാസസ് ത്രൂ ദ ടോ then it is termed as toe failure. And toe failure occurs when the angle of the slope is more than 53 degree ആണ്. Angle of the slope is more than 53 degree ആണ്. Angle of the slope means അല്ലെ, നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ലെവൽ ഗ്രൗണ്ട് സർഫസ് 1, ഇതാണ് അതിൻ്റെ മുകളിലുള്ള മറ്റൊരു ഗ്രൗണ്ട് സർഫസ്. ആൻഡ് ഈ ഗ്രൗണ്ട് സർഫസുകളെ നമ്മൾ കണ്ട് ചെയ്യുന്ന സ്ലോപ്പാണ്, വിച്ച് ഇസ് ഫൈനൈറ്റ് സ്ലോപ്പ് ആണ് വരച്ചിരിക്കുന്നത്. സ്ലോപ്പ്
ആൻഡ് ലെറ്റ്സ് സേ ദാറ്റ് ആംഗിൾ ഇതാണ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സ്ലോപ്പ് ഓഫ് ദ ആംഗിൾ ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് സ്ലോപ്പ് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഈ പറയുന്ന റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഫെയിലിയർ സ്ലിപ്പ് സർഫസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് സർക്കുലർ ഇൻ നേച്ചർ ആണ്. ഇഫ് ദാറ്റ് സ്ലിപ്പ് സർഫസ് പാസസ് ത്രൂ ദ ഫേസ് ആണ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫേസ് ഫെയിലിയർ. ഇഫ് ദ ഫെയിലിയർ സർഫസ് പാസസ് ത്രൂ ദ ടോ ആണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ടോ ഫെയിലിയർ. ക്ലിയർ അല്ലേ? ആൻഡ് ഇഫ് ദ സ്ലിപ്പ് സർഫസ് അല്ലെങ്കിൽ ഈ സർക്കുലർ സർഫസ് പാസസ് ബിലോ ദ ടോ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ബേസ് ഫെയിലിയർ. സോ ഈ ഫിഗറും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ ഫെയിലിയേഴ്സും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഓൾ 3 മാർക്സ്. ക്ലിയർ അല്ലേ? ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു മെൻഷൻ ദ ഡെപ്ത് ഓഫ് ദ സ്ലോപ്പ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എച്ച് ആണ്. സ്ലോപ്പിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് പാർട്ട് എയിലെ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസുകൾ. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് ബി. പാർട്ട് ബി 14 മാർക്കിന്റെ എസ് ആണ്. ആ പാർട്ട് ബിയിലെ 19th ക്വസ്റ്റ്യൻ ആണ് അല്ലേ, മൊഡ്യൂൾ 5 അല്ലേ. സോ 19, 20 ആണ് മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻസ്. 19 എ പാർട്ട് ഉണ്ട്, ബി പാർട്ട് ഉണ്ട്. എ പാർട്ട് വായിക്കാം, 5 മാർക്സ് ആണ്. നോക്കിയേ, നെയിം 5 ജിയോ ടെക്നിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. 5 ജിയോ ടെക്നിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ദ ഡിസൈൻ ഓഫ് വിച്ച് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ പ്ലേസ് എ മേജർ റോൾ ആണ്. ഷിയർ സ്ട്രെങ്ത് മേജർ റോൾ ആയിട്ടുള്ള 5 സ്ട്രക്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ്. ഇതിൽ നമ്മൾ 5 കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 5 മെൻഷൻ ചെയ്താൽ മതി, പലതും പറയാം അല്ലെ. ഫൂട്ടിങ്ങിൽ സ്ലിപ്പ് ഫെയിലിയർ ഉണ്ടാവാം, ഷിയർ ഫെയിലിയർ ഉണ്ടാവാം, പൈൽ ഫൗണ്ടേഷൻ, റീറ്റെയിനിങ് വാൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ ഷിയർ ഉണ്ടാവുന്നത്. എംബാങ്ക്മെന്റ്, എർത്ത് ഡാം, ടണൽ, സോയിൽ സ്ലോപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു 5 എഴുതിയാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് നെയിം ദ സ്ട്രക്ചേഴ്സ് ഇൻ വിച്ച് ദർ ആർ ഷിയർ പ്ലേസ് എ മേജർ റോൾ. ക്ലിയർ അല്ലേ? യെസ്. സോ 5 മാർക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് 5 ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു നെയിം, അതേ പറഞ്ഞിട്ടുള്ളൂ. നെയിം 5 ജിയോ ടെക്നിക്കൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. ജസ്റ്റ് നെയിം ഇറ്റ്. ഓക്കെ, യെസ്. ഓപ്ഷൻ ബി, നീറ്റ്ലി സ്കെച്ച് ദ ടിപ്പിക്കൽ ടെസ്റ്റ് റിസൾട്ട് ഒബ്റ്റെയിൻ ഫ്രം എ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് കണ്ടക്ടർ ഫോർ സാൻഡി ആൻഡ് ക്ലേ സോയിൽ. നോക്കിയേ, ഈ ഗ്രാഫുകൾ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെ നിങ്ങൾ അത് പഠിക്കണം, അതിന്റെ വേരിയേഷൻ ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട്. ഈ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ആക്സിസിന്റെ പേരുകൾ കറക്റ്റ് പറഞ്ഞാൽ, അതായത് വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് കറക്റ്റ് നെയിമിംഗ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അതിന് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ സാൻഡി ആൻഡ് ക്ലേ സോയിലിന്റെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദീസ് ആർ ദ റിസൾട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 പാർട്ട് ബി ആണ്. ഗ്രാഫ് വരച്ചാൽ മാത്രം മതി, എക്സ്പ്ലനേഷന്റെ ഒരു ആവശ്യം പോലും ഇല്ല. യെസ്, നീറ്റ് സ്കെച്ച് ആണ്. നോക്കിയേ, ഫസ്റ്റ് വൺ നമ്മൾ വരച്ചിരിക്കുന്നത് ദ ഗ്രാഫ് ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിലെ. And the blue graph is for loose sandy, അല്ലെങ്കിൽ that is behave like normally consolidated clay ആണ്. And നമുക്കറിയാം, yes, for dense sand soil അല്ലെങ്കിൽ over consolidated clay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ variation is like this എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? And don't forget to mention tau m and tau cv. അതേപോലെ സിമിലർ ഗ്രാഫ് ആണ് നമുക്ക് വരുന്നത് അല്ലെ. The graph between the shear displacement with the expansion and compression, that is change in the height of the sample. ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ സാമ്പിൾ അല്ലെ. നമുക്ക് ഷിയർ ഉണ്ടാകുമ്പോൾ ചേഞ്ച് ഇൻ ദ വോളിയം അല്ല, നമ്മൾ ഹൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അക്കോർഡിംഗ് ടു റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് ഫോർ ഡെൻസ് ഓർ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആണ്. ഈ വേരിയേഷൻ നമ്മൾ ടെക്സ്റ്റുകളിലും നമ്മളിത് ഡയറക്റ്റ് പഠിക്കാൻ പറയാറുണ്ട് നിങ്ങളോട്. ആൻഡ് ദിസ് ഈസ് ലൂസ് സാൻഡ് ഓർ എൻ സി ക്ലേ ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലേ? സോ ഈ ഗ്രാഫ് 2 നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇനഫ് ആണ്. പോരാത്തിന് യു ഹാവ് ടു ഡ്രോ ദ ഫെയിലിയർ എൻവലപ്പ് ഗ്രാഫ് ഓൾസോ. ഫെയിലിയർ എൻവലപ്പ് ഗ്രാഫുകളും വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് യു ആർ പ്ലോട്ടിംഗ് the failure envelope ഗ്രാഫുകൾ ഏതൊക്കെയാണ്? ഫെയിലിയർ എൻവലപ്പ് ഗ്രാഫ്സ് ഏതൊക്കെയാണോ? ഒന്ന് ഏത് സാൻഡി സോയിലിനും ക്ലേക്കും ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് വൺ നമുക്ക് എന്തിനു വരയ്ക്കാം? ഫോർ ക്ലേ. ലെറ്റ്സ് ഡ്രോ ഫോർ സാൻഡ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡ്രോ ഫോർ സാൻഡ് ആണ്. ഫെയിലിയർ എൻവലപ്പ് ഫോർ സാൻഡ് ആണ്. നമുക്കറിയാം സാൻഡ് എന്ന് പറയുമ്പോൾ 5 അവൈലബിൾ ആണ്, ബട്ട് കൊഹഷൻ ഈസ് ഈക്വൽ എന്താണ്? 0 ആണ് അല്ലെ. കൊഹഷൻ 0 അല്ലേ? യെസ്. ഇഫ് യു ആർ പ്ലോട്ടിംഗ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ഏതൊക്കെയാണോ? ഷിയർ സ്ട്രെങ്ത് ടോ ഓൺ ദ വൈ ആക്സിസ് and the normal stress on the x axis ആണെങ്കിൽ എങ്ങനെയാണോ ഗ്രാഫിക്കൽ വേരിയേഷൻ ഉണ്ടാവുക? ഇത് നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ് അല്ലേ. ദിസ് ഈസ് ദ ഫെയിലിയർ എൻവലപ്പ്, ദിസ് ഈസ് ദ ഫെയിലിയർ എൻവലപ്പ്. സോ ഷിയർ സ്ട്രെസ്സിൽ നമ്മൾ വരയ്ക്കുന്ന മേജർ ഗ്രാഫ്സുകളാണ് ഇതൊക്കെ. അതേപോലെ രണ്ടാമത്തെ ഫോർ ചോദിച്ചിരിക്കുന്ന സാൻഡി സോയിൽ വരച്ചു നമ്മൾ ക്ലേ സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ക്ലേ സോയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലേ സോയിൽ എന്താണ്? 5 is equal to 0 ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? യെസ്, 5 is equal to 0 ആണ്. ആൻഡ് സി മാത്രമേ ഉള്ളൂ അല്ലേ. സി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അല്ലെ 2 സോയിലിൻ്റെ ചോദിച്ചിട്ടുള്ളൂ, സിൽറ്റിൻ്റെ ചോദിച്ചിട്ടില്ല. സോ ഡോണ്ട് ഡ്രോ ദാറ്റ്. ആവശ്യമുള്ളത് മാത്രം വരച്ചാൽ മതി. ഇതാണ്ടാവുക ടോ ആൻഡ് സിഗ്മ അല്ലെ. ആവശ്യമുള്ളവർ മാത്രമേ മാർക്കുള്ളൂ. ദർ ഈസ് നോ 5. സോ 5 ആംഗിൾ ഇസ് 0. സോ ഇറ്റ് എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. ആൻഡ് ഈ പറയുന്ന ഇന്റർസെപ്റ്റ് ആയിരിക്കും എന്ത്? കൊഹഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ
യെസ്, ഫെയിലിയർ എൻവലപ്പ്. ഫെയിലിയർ എൻവലപ്പ്, ക്ലിയർ അല്ലേ? എൻവലപ്പ്. ഈ ഗ്രാഫും കൂടി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ 3 സെറ്റ് ഗ്രാഫുകൾ, ഒരു സെറ്റ് ഗ്രാഫ് ഇതാണ്, അതായത് ഫെയിലിയർ എൻവലപ്പിന്റെ ഗ്രാഫ്, ദെൻ ഷിയർ ഡിസ്പ്ലേസ്മെന്റിന്റെ വേരിയേഷൻ വിത്ത് ഷിയർ സ്ട്രെസ് ആൻഡ് ചേഞ്ച് ഇൻ ദ ഹൈറ്റ്. ഈ 3 ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് 9 മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? 3 സെറ്റ് ഗ്രാഫുകൾ, ഒന്ന് ദിസ് ഈസ് ദ ഫസ്റ്റ് സെറ്റ്, ഇതിന് 3 മാർക്കാണ്, ഇത് സെക്കൻഡ്. 3 മാർക്ക് എന്ന് പറയുമ്പോൾ 2 മാർക്കേ ഗ്രാഫിനുള്ളൂ, അതിന്റെ ആക്സിസും കൂടി നിങ്ങൾ കറക്റ്റ് ആക്കിയാലാണ് നിങ്ങൾക്ക് ഓരോ മാർക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ഓരോ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ആക്സിസും കൂടി കറക്റ്റ് ആകുമ്പോഴാണ്. സോ അതാണ് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിലെ 14 മാർക്കിന്റെ ഫസ്റ്റ് എസ്സേ അതാണ്. ഓക്കെ അല്ലേ? കമ്പാരിറ്റീവ്ലി അതാണ് എളുപ്പം. ഇനി അവിടെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ഉള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിലൊന്നുണ്ട് പാർട്ട് എ ഉണ്ട്, വിച്ച് ഇസ് ഓഫ് 5 മാർക്കാണ്. നോക്കിയേ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ടു മെഷർ ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ യൂസിങ് ഫീൽഡ് വെയിൻ ഷിയർ ടെസ്റ്റ് ആണ്. ഫീൽഡ് വെയിൻ ഷിയർ ടെസ്റ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ക്ലേ സോയിലിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഓൾസോ റൈറ്റ് ദ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, നമുക്കറിയാം നമ്മളോട് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എന്താണ് പറയുക, നമ്മൾ 1 വേ അല്ല 2 വേ ഷിയറിന്റെ ആണ് പറയുക അല്ലേ? ബിക്കോസ് 2 വേ ഷിയർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നല്ലപോലെ നമ്മുടെ വെയിൻ ഷിയറിനെ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, പെനിട്രേറ്റ് ചെയ്യും. സോ ആദ്യം ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിയേ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ആണ്. സോ 5 മാർക്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ സ്റ്റെപ്സ് പ്രൊസീജിയർ എഴുതി കഴിഞ്ഞാലാണ്. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ റൈറ്റ് ദ ഇക്വേഷൻ. സോ 2 മാർക്ക് ഇക്വേഷനും 3 മാർക്ക് അതിന്റെ സ്റ്റെപ്സിനുമാണ്. ഓക്കെ അല്ലേ? സോ അതിന്റെ പ്രൊസീജിയർ നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ പാർട്ട് എ ഇതാണ് നമ്മളെ 3 മാർക്കിന്റെ പോർഷൻ എന്ന് വെച്ചാൽ വെയിൻ ഷിയർ അപ്പാരറ്റസിന്റെ പ്രൊസീജിയർ ആണ്. VST നമ്മൾ അല്ലെ, ഫീൽഡ് ആണ്. ദ ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ബോറബിൾ ഓർ ഡയറക്ട്ലി പുഷിംഗ് ദ വെയിൻ ഇൻ ടു ദ ഗ്രൗണ്ട് ആണ്. നമ്മൾ വെയിൻ ഷിയറിന്റെ ടെസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പുഷ് ചെയ്യണം അല്ലെ? വെയിൻ ഷിയർ ടെസ്റ്റിന്റെ സൈഡ് വ്യൂ എന്താണോ, ഇതാണ് വെയിൻ ഷിയർ. ഇത് നമുക്കൊരു അല്ലെ റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഹാൻഡിൽ ഉണ്ട്. നമുക്ക് സൈഡ് വ്യൂ നോക്കി കഴിഞ്ഞാൽ വെയിൻ ഷിയർ ഏകദേശം ഇങ്ങനെ കാണും അല്ലെ? വെയിൻ ഷിയർ സൈഡ് വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വെയിൻ ഷിയർ. ആൻഡ് നമ്മൾ ഡയമീറ്റർ ഉദ്ദേശിക്കുന്നത് വെയിൻ ഷിയറിന്റെ ഈ ലെങ്ത് ഡയമീറ്റർ ആണ്. ഇത്തരത്തിലുള്ള സാധനം നമ്മൾ സോയിലിൽ പുഷ് ചെയ്ത് കറക്കി കഴിഞ്ഞാൽ അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഹോൾ അല്ലേ ഉണ്ടാക്കുക. ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഹോളിന്റെ ഡയ ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദിസ് ഡി ആണ്. ദിസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വിങ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം അത്. ദ വെയിൻ റോഡ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് 60. ഈ വാല്യൂസ് ഒക്കെ എഴുതണം, 60 per minute, വൈൽ ദ ടോർക്ക് ഈസ് റീഡ് അറ്റ് എൻ ഇന്റർവൽ ഓഫ് 30 seconds ആണ്. സോ ഈ വാല്യൂസ് ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ലാബ് മാനുവലിലെ വാല്യൂസ് അല്ലേ? ആഫ്റ്റർ മാക്സിമം ടോർക്ക് ഈസ് അച്ചീവ്ഡ് ദ വെയിൻ ഈസ് റൊട്ടേറ്റഡ് അറ്റ് എ ഹയർ റേറ്റ് ടു ഒബ്റ്റെയിൻ ദ റീമോൾഡ് സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ. നമ്മൾ എന്താ മെഷർ ചെയ്യേണ്ടത്? മെഷർ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ദ പീക്ക് ടോർക്ക് T പീക്ക് ആൻഡ് റെസിജ്വൽ ടോർക്ക് T റെസിജ്വൽ ആണ്. ഇതാണ് പ്രൊസീജിയർ. ഈ 4 സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഡ്രോ എസ് റഫ് അല്ലെ, അതിന്റെ ഡയമെൻഷൻ കാണിക്കുന്ന ഫിഗറും കൂടി വരയ്ക്കാം. ഡയമെൻഷൻ കാണിക്കുന്ന ഫിഗർ വരച്ചു കഴിഞ്ഞാലേ നമുക്ക് ഫോർമുല എഴുതുന്നതിൽ അർത്ഥമുള്ളൂ അല്ലേ? സോ എന്താണോ ഫോർ 2 വേ ഷിയറിംഗ്, 2 വേ ഷിയറിംഗ് ആണ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ 2 വേ ഷിയറിംഗ് മാത്രം പഠിച്ചാൽ മതി. അതായത് വി ആർ പെനിട്രേറ്റിംഗ് ദ ഷിയർ, വെയിൻ ഷിയർ ഫുള്ളി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ അല്ലെ? സോ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് ഫുള്ളി താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെയിൻ ഷിയറിനെ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വെയിൻ ഷിയറിന്റെ സൈഡ്സ് ആൻഡ് വെയിൻ ഷിയറിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം എന്ത് ചെയ്യുന്നുണ്ട്, ഷിയർ ഫെയിലിയറിന് കാരണമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ we can find out the shear strength tau is equal to T, അതായത് ടോർക്ക് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ക്യാപിറ്റൽ D സ്ക്വയർ ഇൻറ്റു h/2 പ്ലസ് D/6 ആണ്. h/2 പ്ലസ് D/6 ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് T ആണ്. ഇതിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം ആണ്, നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വേരിയബിൾസും എടുത്ത് എഴുതണം. വേർ T എന്താണോ, വേർ T is the ടോർക്ക് ആണ്, വിച്ച് ഈസ് കോസിങ് ദ ഫെയിലിയർ അല്ലെങ്കിൽ ഷിയർ ഫെയിലിയർ. ആൻഡ് D എന്താണ്, ദാറ്റ് ഈസ് ഓവറോൾ ഡയമീറ്റർ ഓഫ് ദ വെയിൻ ആണ് അല്ലെ? നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിഗർ വരയ്ക്കണം. ഓവറോൾ ഡയ ഓഫ് വെയിൻ ആണ്. ദെൻ ക്യാപിറ്റൽ H എന്താണ്, ഡെപ്ത് ഓഫ് ദ വെയിൻ ആണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ്, യെസ് ഡെപ്ത് എന്നാണ് പറയുന്നത് അല്ലെ? ഹൈറ്റ് ഓഫ് ദ വെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ വെയിൻ, ഹൈറ്റ് ഓഫ് വെയിൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ദെൻ ടോ ഈസ് ദ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ഈ പറയുന്ന വെയിൻ ഷിയർ ടെസ്റ്റ് VST ഈസ് മെയിൻലി പ്രിഫേർഡ് ഫോർ ക്ലേയി സോയിലാണ്. നമുക്കറിയാം ഷിയർ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു സിഗ്മ ആൻഡ് ടാൻ ഫൈ പ്ലസ് C ആണ്. ആൻഡ് സോയിൽ ആകുമ്പോൾ ക്ലേ ആണെങ്കിൽ 5 ആണ്. അതായത് ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബൈ മീൻസ് ഓഫ് കൊഹഷൻ ആണ്. സോ ഒരു തരത്തിൽ നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, കൊഹഷൻ തന്നെയാണ്. ഓക്കെ അല്ലേ? ഫോർ ക്ലേയി സോയിൽ. ക്ലിയർ ആണോ? യെസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ B പാർട്ടാണ്. ഇതാണ് മൊഡ്യൂൾ 5ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ക്വസ്റ്റ്യൻ വായിച്ചേ. ഇവാലുവേറ്റ് ദ ഷോർട്ട് ടേം സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്.
evaluate the short-term stability for the dam shown in the figure. For the dam shown in the figure. That's the question. Figure തന്നിട്ടുണ്ട്. The embankment consists of a saturated soil for which the angle of shearing phi is equal to 0 and cohesion തന്നിട്ടുണ്ട്. That is cohesion മാത്രമേ ഉള്ളൂ. Pure clay ആണ്. Okay. The calculation is to be carried out for the reservoir depth up to 18 meter and for the case where the reservoir has been completely emptied. Okay അല്ലേ? So ഈ രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുക അല്ലേ? നമ്മൾ സ്റ്റെബിലിറ്റി ആണ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എങ്ങനെയാണ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഈ ഫിഗർ നല്ലപോലെ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ നോക്കിയേ, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം എന്താണ് റെസിസ്റ്റിംഗ് മൊമെന്റ് അല്ലെ? നമ്മൾ പഠിച്ചതാണ് സ്റ്റെബിലിറ്റി ഓഫ് സോഴ്സ്. റെസിസ്റ്റിംഗ് മൊമെന്റ് ഡിവൈഡ് ബൈ ഏതാണ്? ഓവർ ടേണിംഗ് മൊമെന്റ് ഓർ ദ മൊമെന്റ് കോസിംഗ് സ്ലിപ്പിംഗ് അല്ലെ? ഓവർ ടേണിംഗ് മൊമെന്റ് എന്ത് വേണമെങ്കിലും പറയാം, ഓവർ ടേണിംഗ് മൊമെന്റ് എന്ന് പറയാം, ഓർ ഇതിനെ എന്ത് പറയാം? മൊമെന്റ് കോസിംഗ് സ്ലിപ്പിംഗ് എന്ത് വേണേൽ പറയാം. ഓക്കെ, മൊമെന്റ് കോസിംഗ് സ്ലിപ്പിംഗ് ആണ്. സോ നോക്കിയേ, ഇവിടെ ഏതൊക്കെ മൊമെന്റ്സ് ആണോ, ഏതൊക്കെ വെയിറ്റ് ആണോ അല്ലെ? ദർ ഈസ് എ വാട്ടർ അവൈലബിൾ ടിൽ ഈ ഒരു ഡെപ്ത് വരെ വാട്ടർ അവൈലബിൾ ഉണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ സ്ലോപ്പ്, ഇതാണ് നമ്മുടെ സോയിൽ മാസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഹാവിംഗ് എ വെയിറ്റ് ഓഫ് W വിച്ച് ഈസ് ആക്ടിംഗ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ആക്ടിംഗ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതേപോലെ തന്നെ അല്ലെ 18 മീറ്റർ ഡെപ്ത് നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലും വാട്ടർ ഡെപ്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് കൺസിഡർഡ് ടു ബി ദ സെന്റർ ഓഫ് ദ കർവ് അല്ലെ? സോ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് റേഡിയസ് വരയ്ക്കാം. റേഡിയസ് വാല്യൂ തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 41.2 മീറ്റർ ആണ്. സോ നിങ്ങൾ നോക്കിയേ, ഈ ഫിഗറിൽ അബൌട്ട് ദ സെന്റർ, നിങ്ങൾ സെന്റർ പിവറ്റ് ചെയ്ത് കഴിഞ്ഞാൽ W എന്ന് പറയുന്ന വെയിറ്റ് എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലെ? സോ അബൌട്ട് ദ സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലെ, ഇതാണ് നമ്മുടെ ഫെയിലിയർ പ്ലെയിൻ വരാൻ പോകുന്നത് അല്ലെ? റെഡ് കളറിൽ വരയ്ക്കാൻ വേണമെങ്കിൽ നമ്മുടെ ഫെയിലിയർ പ്ലെയിൻ വരാൻ പോകുന്നത് ഇതാണ്. സോ അബൌട്ട് ദ സെന്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ W എന്ന് പറയുന്ന വെയിറ്റ് ക്രിയേറ്റ് എ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അതേപോലെ വെയിറ്റ് ഓഫ് ദ വാട്ടർ അബൌട്ട് ദ സെന്റർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആൻഡ് ദ ഫോഴ്സ് U അല്ലെ, പ്യൂർ വാട്ടർ ഉണ്ടാകുന്ന ഫോഴ്സ് U അല്ലെ, ഇൻ ദിസ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമുക്ക് പറയാണെങ്കിൽ ഡ്യൂ ടു ദ ഹൈറ്റ് ഓഫ് വാട്ടർ 18 മീറ്റർ. സോ ഇങ്ങോട്ട് അല്ലെ അബൌട്ട് ദ O പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എൻ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. ഈ പറയുന്ന വെയിറ്റ് ഓഫ് ദ സോയിൽ, വെയിറ്റ് ഓഫ് ദ വാട്ടർ ആൻഡ് ദിസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ U ബിക്കോസ് ഓഫ് എ ഹൈറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓവർ ടേണിംഗ് അല്ലെങ്കിൽ സ്ലിപ്പിംഗ് കോസ് ചെയ്യാൻ, ഫെയിലിയർ കോസ് ചെയ്യുന്ന മൊമെന്റുകൾ ഇവരൊക്കെയാണ്. ഇതിനെ ആരോടാ റെസിസ്റ്റ് ചെയ്യുക? ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ യെസ് ഇൻ ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ദ ടോട്ടൽ കൊഹഷൻ ആണ്. എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സോ റെസിസ്റ്റിംഗ് മൊമെന്റ് ഈസ് ഡ്യൂ ടു കൊഹഷൻ ആണ്. ആൻഡ് WU എന്ന് പറയുന്നത് എന്താണ്? ഫെയിലിയർ കോസ് ചെയ്യുന്ന മൊമെന്റുകളാണ് അല്ലെങ്കിൽ ഫോഴ്സുകളാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഫിഗർ നല്ലപോലെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഫിഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് ചെയ്യാം. ഞാൻ ഇതേ ഫിഗറിലാണ് വേറെ ഡയമെൻഷൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നോക്കിയേ, ഇനിയും ഡയമെൻഷൻസ് കാണിക്കാം. ഇവിടെ W എന്ന് പറയുന്നത് ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ O സെന്റർ എന്ന് പറയുന്ന അല്ല ഇതാണ് ലൈന്. സോ Wക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 14.8 ആണ്. വാട്ടർ WWക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? യെസ്, ദിസ് ഡിസ്റ്റൻസ് ഈസ് 2 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? സോ ലിവർ ആം തന്നിട്ടുണ്ട് അല്ലെ? ഫോഴ്സ് ഉണ്ട്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ? മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ആണ്. ഫോഴ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്? ഫെയിലിയർ കോസിംഗ് ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ഓഫ് ദ സോയിൽ, വെയിറ്റ് ഓഫ് ദ വാട്ടർ ആൻഡ് U. ഈ പറയുന്ന 3 ഫോഴ്സുകളാണ് ഫെയിലിയർ കോസ് ചെയ്യുന്നത്. Wയുടെ ലിവർ ആം എന്ന് പറയുന്നത് 14.8 ആണ്. WWയുടെ ലിവർ ആം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. നിങ്ങൾ നോക്കിയേ, പിന്നെ എന്താ U ആണുള്ളത്. ഓക്കെ, സോ U എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് സെന്റർ പോയിന്റ്. സോ ഇത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ലിവർ ആം ഉണ്ടാവുക അല്ലെ? ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഉണ്ടാവുക. എത്രയാണ് ഉണ്ടാവുക? ഇത് 20 ആണ്, ഇത് 2 ആണ്, ആൻഡ് മൊത്തം 18 ആണ്. സോ 40 ആണ് താഴെ വരെ ഡിസ്റ്റൻസ്. ആൻഡ് U ഈസ് ആക്ടിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 6 ആണ്. സോ 40 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 34 ആണ് യുവിൻ്റെ ലിവർ ആം വരിക. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് എഴുതാം ഇവിടെ ദ ഫെയിലിയർ കോസിംഗ് ഫോഴ്സസ് ഏതൊക്കെയാണ്? ഫെയിലിയർ കോസിംഗ് ഫോഴ്സസ് ഏതൊക്കെയാണോ? W ആണ് ഒന്ന്, വിത്ത് ലിവർ ആം എത്രയാണ്? അതിൻ്റെ ലിവർ ആം ഈസ് ഈക്വൽ ടു 14.8 മീറ്റർ ആണ് ഫിഗറിൽ തന്നിട്ടുണ്ട്. രണ്ടാമത് വെയിറ്റ് ഓഫ് ദ വാട്ടർ ആണ്, ദാറ്റ് ഈസ് ഹാവിംഗ് എ ലിവർ ആം ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്. പിന്നെ മൂന്നാമത്തത് U ആണ്, വിച്ച് ഈസ് ഹാവിംഗ് എ ലിവർ ആം ഈസ് ഈക്വൽ ടു യെസ് 40 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 34 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? യെസ്.
പിന്നെ എന്ത് എഴുതാം, റെസിസ്റ്റിംഗ് മൊമെന്റ് ഏതാണോ റെസിസ്റ്റിംഗ് കോസ് ചെയ്യുന്നത് ഇതെല്ലാം റെസിസ്റ്റ് ചെയ്യുന്ന ആരാണ്, ദ ടോട്ടൽ കൊഹഷൻ ആണ്. ടോട്ടൽ കൊഹഷൻ ഇതാണ്. അതായത് ക്യാപിറ്റൽ സി എന്ന് ഫോഴ്സ് നമുക്ക് എന്ത് കൊടുക്കാം, നൊട്ടേഷൻ കൊടുക്കാം. നോക്കിയേ ടോട്ടൽ കൊഹഷൻ എങ്ങനെ ആക്ട് ചെയ്യാം നോക്കിയേ, ഇൻ ദിസ് ഫിഗർ ഇഫ് യു ഡ്രോ ദിസ്, ഇങ്ങനെയാണ് ടോട്ടൽ കൊഹഷൻ ആക്ട് ചെയ്യുക ഇൻ ദിസ് ഡയറക്ഷൻ. ഫ്രം ദ സെന്റർ O പോയിന്റ് നിന്ന് കൊഹഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, നത്തിങ് ബട്ട് ദ റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് ദ കൊഹഷൻ ഫോഴ്സ് ഇസ് ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് വിത്ത് ലിവർ ആം ഈസ് ഈക്വൽ ടു എന്താണ്, ലിവർ ആം ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ദ റേഡിയസ് ആണ്. റേഡിയസ് വന്നിട്ടുണ്ട്, ഐ ഗസ് ഇറ്റ് ഈസ് 41.2 മീറ്റർ ആണ് റേഡിയസ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിഗറിന് നമുക്ക് എടുക്കണം. സോ നമുക്ക് നോക്കാം കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കിയേ. വി ഹാവ് ടു ഇവാലുവേറ്റ് ദ ഫോഴ്സസ് ആണ്. ഓക്കെ, ഇനിയും ഫിഗറിൽ ഡാറ്റ നമുക്ക് ഇനിയും നോക്കിയാൽ ഒരുപാട് ഡാറ്റ നമുക്ക് ഈ ഫിഗറിന് കിട്ടും. വെയിറ്റ് ഓഫ് ദ സോയിൽ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വെയിറ്റ് ഓഫ് ദ സോയിൽ നോക്കിയാൽ ഈ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ടോട്ടൽ മാസ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ മാസ് ഇസ് ഗിവൺ 720. ടോട്ടൽ മാസ് ഇസിക്കൽ എത്രയാണ് തന്നിരിക്കുന്നത്, യെസ് ടോട്ടൽ മാസ് ഇസിക്കൽ 720 ആണ് തന്നിരിക്കുന്നത്. അതും മില്യൺ ഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 720 ക്യാപിറ്റൽ എം ഗ്രാം പെർ മീറ്റർ ആണ്. എന്താണ് ക്യാപിറ്റൽ എം ഉദ്ദേശിച്ചത്, 720 ഇൻറ്റു 10⁻⁶ ഗ്രാം പെർ മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 720 ഇൻറ്റു 10⁻³ എടുത്തു കഴിഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ആയി. ഇതെന്താണ്, മാസ് ആണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് മാസ് ആണ്. നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി ആണ്. സോ എന്താ വരിക, 720 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ഇൻറ്റു 9.81 ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറി, 720 എത്രയായി മാറും, ഇഫ് യു മൾട്ടിപ്ലൈ ദിസ് വിൽ ബിക്കം ആസ് 7060 കിലോ ന്യൂട്ടൺ എന്നായി മാറും. ഓക്കെ അല്ലേ, 7060 കിലോ ന്യൂട്ടൺ എന്നായി മാറും. സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. 720 ഇൻറ്റു 9.81 7060 കിലോ ന്യൂട്ടൺ. ദാറ്റ് ഈസ് നമുക്ക് മില്യണിൽ പറയുകയാണെങ്കിൽ അത് എത്ര ഉണ്ടാവും, 7.06 മില്യൺ ന്യൂട്ടൺ ആണ്. മില്യൺ ആണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താ വേണ്ടത്, വെയിറ്റ് ഓഫ് ദ വാട്ടർ ആണ് വേണ്ടത്. സോ നോക്കിയേ ഈ ഫിഗറിന് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഫിഗറിന് നമുക്ക് കിട്ടും. നോക്കിയേ വെയിറ്റ് ഓഫ് ദ വാട്ടർ അല്ലേ, ദാറ്റ് ഈസ് ഈ ഒരു ട്രയാങ്കിൾ ആണ്. ഇതല്ലേ വെയിറ്റ് ഓഫ് ദ വാട്ടർ വിച്ച് ഇസ് ആക്ടിങ് ഇൻ ദ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ. നമുക്കറിയാം ഈ ഹൈറ്റ് 18 മീറ്റർ ആണ്. ആൻഡ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, യെസ് ദേ ആർ സേയിങ് 1:2 ട്രയാങ്കിളിന്റെ വ്യത്യാസം. അതായത് നിങ്ങൾക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, 2 ആയിരിക്കണം. സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 18 ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കണോ, അതിന്റെ ഡബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് 36 മീറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താ വരിക, 1/2 ഇൻറ്റു 18 ഇൻറ്റു 36 ആണ് ഏരിയ. ആൻഡ് ഇൻറ്റു 1 ചെയ്താൽ വോളിയമായി, ഇൻറ്റു ഗാമ ഡബ്ല്യൂ ചെയ്താൽ എന്തായി, നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ ആയി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/2 ഇൻറ്റു 36 ഇൻറ്റു 18 ഇൻറ്റു 1 ഇൻറ്റു 9.81 ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും, 3.18 മില്യൺ ന്യൂട്ടൺ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കിയേ, ഇനി നമുക്ക് യു വേണ്ടേ. യെസ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് യു. ഈ ഫിഗർ തന്നെയാണ് നമ്മൾ യു കണ്ടുപിടിക്കാൻ നോക്കുന്നത്. നോക്കിയേ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മീറ്റർ ഹൈറ്റിലുള്ള വാട്ടറിന്റെ പ്രഷറാണ്. 18 മീറ്റർ ഹൈറ്റുള്ള വാട്ടറിന്റെ പ്രഷർ എങ്ങനെയാണോ വേരിയേഷൻ ചെയ്യുക, ഈ രീതിയിലല്ലേ വേരിയേഷൻ ഉണ്ടാവുക. ദിസ് ഈസ് ദ പ്രഷർ ആക്ടിങ്, നമുക്കറിയാം ഇത്. ഓക്കെ അല്ലേ? സോ ദിസ് വിൽ ബി ഗാമ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. നമുക്കറിയാം അത്, ദിസ് ഈസ് ക്യാപിറ്റൽ എച്ച് തന്നെയാണ്. ആൻഡ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അവിടെ. യെസ്, അറ്റ് എൻ ഹൈറ്റ് ഓഫ് 18/3 അല്ലെ, h/3 ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 18/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്ററിലാണ് ഹൈറ്റ് ചെയ്യുക. ആൻഡ് പ്രഷർ വിൽ ബി ഈക്വൽ ടു വെയിറ്റ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും, ഏരിയ ഓഫ് ദിസ് പ്രഷർ ഡയഗ്രാം അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏരിയ ആയിരിക്കും അല്ലെ. ഏരിയ ഓഫ് പ്രഷർ ഡയഗ്രാം ആണ്. ഏരിയ എത്രയാണോ, ഗാമ ഡബ്ല്യു h²/2 അല്ലെ, 1/2 ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, 1/2 ഇൻറ്റു 18 ഇൻറ്റു 9.81 ഗാമ ഡബ്ല്യു. യെസ്, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.59 മില്യൺ ന്യൂട്ടൺ ആണ്. സോ നമുക്ക് എന്താ കിട്ടി, നമുക്ക് യെസ് ദ ഫെയിലിയർ കോസിങ് ഫോഴ്സസ് ആണ് അല്ലെ. ഫെയിലിയർ കോസിങ് ഫോഴ്സസ് ആണ് ഇതെല്ലാം, ഡബ്ല്യു ആൻഡ് യു. ക്ലിയർ അല്ലേ? ആൻഡ് അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്ന ആരാണ്, ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരാണ്, റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ കോഹസീവ് ഫോഴ്സ് ആണ്. സി ആണ്, വിച്ച് ഈക്വൽ ടു CU ഇൻറ്റു ആർക്ക് ലെങ്ത് ആണ്. CU തന്നിട്ടുണ്ട് നമുക്ക് 70 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമുക്കറിയാം CU ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ആണ്. റേഡിയസ് തന്നിട്ടുണ്ട് 41.2 ഇൻറ്റു 1.32 ആണ്. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3.8 മില്യൺ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഫെയിലിയർ കോസ് ചെയ്യുന്ന ടീമിനെ കിട്ടി 3 ഫോഴ്സസ്, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ കിട്ടി റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സെന്റർ ഓഫ് സർക്കിൾ ആണ്. വെൻ മൊമെന്റ്സ് ആർ ടേക്കൺ അബൌട്ട് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, there will be no moment due to the normal stresses
and pore pressure acting around the arc. So these stresses can be ignored. ഏതോ കൺസിഡർ ചെയ്താൽ മതി WWU and resisting force CU ആണ്. ഓക്കെ അല്ലേ? എല്ലാത്തിൻ്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സും അതിൻ്റെ ലിവർ ആമും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെയിറ്റിൻ്റെ എത്രയാണോ ലിവർ ആം 14.8 ആണ്. WWയുടെ ലിവർ ആം 2 മീറ്റർ വരച്ച് കാണിച്ചിട്ടുണ്ട്. യുവിൻ്റെ എത്രയാണ് 34 ആണ്. കൊഹസൻ്റെ എത്ര തന്നെയാണ് വരിക? റേഡിയസ് തന്നെയാണ് വരിക. ക്ലിയർ അല്ലേ? യെസ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണോ? യെസ്, റെസിസ്റ്റിംഗ് അല്ലെ മൊമെന്റ് ഓഫ് ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ മൊമെന്റ് ഓഫ് ദ സ്ലിപ്പിംഗ് ഫോഴ്സ് ആണ് അല്ലെ. 3.81 ആണ് ടോട്ടൽ കൊഹസീവ്. അതിന്റെ ലിവർ ആം എന്ന് പറയുന്നത് റേഡിയസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 41.2 അല്ലെ. 7.06 ആണ് W, അതിന്റെ ലിവർ ആം നമ്മൾ പറഞ്ഞു 14.8. 3.18 ആണ് വെയിറ്റ് ഓഫ് ദ വാട്ടർ, അതിന്റെ ലിവർ ആവ് 2 ആണ്. ഇത് രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. യു ആക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ദാറ്റ്സ് വൈ ദർ ഈസ് എ മൈനസ്. അതിന്റെ ലിവർ ആം 34 ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 2.75. യെസ്, 2.75 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? യെസ്, എന്താണ് ഡാം ഈസ് സ്റ്റേബിൾ എന്ന് പറയാം. ഇസ്ന്റ് ഇറ്റ്? യെസ്, ദിസ് ബിക്കോസ് ദിസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യന്റെ ബാക്കി ചോദിച്ചിരിക്കുന്നത് വെൻ ദ ഡാം ഈസ് എംപ്റ്റി ആണ്. വെൻ ദ ഡാം ഈസ് എംപ്റ്റി, എടോ ഡാം എംപ്റ്റി ആണെങ്കിൽ എന്തൊക്കെ ഫോഴ്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും? ഇഫ് ദർ ഈസ് നോ വാട്ടർ പ്രസന്റ്, ഇഫ് ദർ ഈസ് നോ വാട്ടർ പ്രസന്റ്, സോ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഉണ്ടാവില്ല, യു ഉണ്ടാവില്ല. സോ കോസ് ചെയ്യുന്ന ഫെയിലർ കോസ് ചെയ്യുന്ന W മാത്രമായിരിക്കും, റെസിസ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? C ആയിരിക്കും. ഓക്കെ അല്ലേ? ഇസ്ന്റ് ഇറ്റ്? റെസിസ്റ്റ് ചെയ്യുന്ന C ആണ്, ഫെയിലർ കോസ് ചെയ്യുന്ന W മാത്രം നോക്കിയാൽ മതി. സോ അതാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം യെസ് 3 എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് വരികയാണെങ്കിൽ ഇഫ് വാട്ടർ ഈസ് എംപ്റ്റീഡ്, സോ ഇറ്റ് വിൽ ബി 3.8, ദാറ്റ് ഈസ് എ കോഹസീവ് ഫോഴ്സ്, ഇൻടു 41.2, ദാറ്റ് ഈസ് എ കറസ്പോണ്ടിങ് ലിവർ ആം, ദാറ്റ് ഈസ് റേഡിയസ്, ഡിവൈഡ് ബൈ ഏത് മാത്രമേ കോസ് ചെയ്യുള്ളൂ? വെയിറ്റ് ആണ് 7.06, ദാറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് ദ സോയിൽ, ഇൻടു അതിന്റെ ലിവർ ആം 14.8 ആണ്. ഓക്കെ അല്ലേ? യെസ്, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 156 divided by 104.5. You will get the factor of safety F is equal to 1.5 ആണ്. Even if there is no water, then still the dam will be എന്തായിരിക്കും? Stable. The slope will be എന്തായിരിക്കും? Stable ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇതാണ് ചോദിച്ചിരുന്നത് ക്വസ്റ്റ്യൻ. യെസ്, എന്താ ചോദിച്ചത്? ഇവാലുവേറ്റ് ദ ഷോർട്ട് ടേം സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ടു ഡു ഓൾ ദ സ്റ്റെപ്സ്. സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 5 എസ്സേയുടെ 2 ഓപ്ഷണൽ ചോയ്സ് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ബട്ട് ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ് യു ക്യാൻ ഏബിൾ ടു ഡു ദിസ്. സോ ഇതാണ് നമ്മുടെ KTU 2019 സ്കീം പ്രകാരമുള്ള S4 സിവിൽ എഞ്ചിനീയറിംഗിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിന്റെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പറിന്റെ സൊല്യൂഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ സൊല്യൂഷനും ചെയ്തത് മൊഡ്യൂൾ വൈസ് ആണ്. ഇത് 5ാമത്തെ മൊഡ്യൂളിലാണ്. ബാക്കി മൊഡ്യൂളിന്റെ സൊല്യൂഷൻ കാണാത്തവർ യൂട്യൂബ് ലിങ്കിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഫ്രം ദ വൺ സൈഡ്. ഓക്കെ അല്ലേ? സോ ഈ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അതുവരെ താങ്ക് യു.